നമ്മളണിഞ്ഞ സ്വർണ്ണാഭരണത്തിലത്തെ ചെളികൾ അങ്ങനെ കളയാം. അത് ഏറ്റവും പറ്റിക്കപ്പെടുന്ന മേഖലയാണ് കേട്ടോ. അപ്പം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് കേട്ടോ. ആദ്യം തന്നെ സ്വർണ്ണത്തിൻ്റെ തൂക്കം നോക്കി നമ്മുടെ കയ്യിലുള്ളത് 56,350 തൂക്കം. നമ്മളിനി കാശിക് സോഡ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഇതിന് ചെടികളെ ഉപയോഗിക്കുന്നത്. അതൊരു പാത്രത്തിലെടുക്കണം. അത് ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടപ്രധാനത്തിലത്തെ അട പോലെ ഇരിക്കട്ട. അത് ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന സാധനമാണ്. അത് നമ്മൾ കൈമതിയും ടച്ച് ചെയ്യേണ്ട. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ടീസ്പൂണ് അല്ലെങ്കിൽ എന്തൊക്കെ ഉപയോഗിച്ചാൽ മതി. അതെടുത്തിട്ട് നമ്മൾ ഒരു ചായപാത്രമാണ് ഞാൻ എടുത്തോണത്. നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. ഇതൊരു അപകടം ഇല്ലാത്തൊരു സാധനമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചായപാത്രം എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കാശിതോടെ ഒരു ടീസ്പൂൺ ഇടണം കേട്ടോ. ഇനി നമ്മുടെ കയ്യിലുള്ള ആഭരണം, നമ്മുടെ കഴുത്തിലൊക്കെ അണിയുന്ന ആഭരണം അതിലിട്ടിട്ട് നമ്മൾ തിളപ്പിക്കുന്നു. അടുപ്പത്ത് വെച്ച് സാധാരണ പോലെ തിളപ്പിക്കുന്നു. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇത് ഞാൻ മീൻ വറക്കണ ഒരു പ്ലക്കർ എടുത്തിട്ടാണ് അത് ഇളക്കണത്. അപ്പോൾ അതിലിളക്കി അത് തിളപ്പിക്കാൻ വെക്കുകയാണ് നമ്മൾ കുറച്ച് നേരം എന്ന് പറയുക ഒരു 5-8 മിനിറ്റ് നേരം നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ ചെളിയൊക്കെ അങ്ങനെ ഇളക്കി അങ്ങോട്ട് വരും. ഉള്ളിലത്തെ ചെടിയൊക്കെ ഇളക്കി വരും. അങ്ങനെ ഒരു 5-8 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഊറ്റി കളയുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മളവിടെ വെള്ളം എടുത്ത് കഴുകി കളയുക. അതിലത്തെ ചൊറിച്ചിൽ പോകാനാണ് കേട്ടോ. അതിൽ കഴുത്തിലിട്ട് ചൊറിയും. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പാത്രം കണ്ട പ്രില്ലൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനമില്ലേ, അത് ഇത്തിരി ഒരു 5-6 തുള്ളി വെച്ചിട്ട് നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് അതിലത്തെ ആ ഉള്ളിലത്തെ കാശിക്കിൻ്റെ അംശം മുഴുവൻ കളയുന്നത്. അത് എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് കളയുക. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് ചെളി പോയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലേക്കിന് ബ്രഷ് ഇല്ലേ, അങ്ങനത്തെ ഏതെങ്കിലും ബ്രഷ് ഉപയോഗം അതിലത്തെ ബ്രഷ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് പ്രില്ലിൻ്റെ ഒരു 5-6 തുള്ളി വെച്ചിട്ട് അത് പതപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ചെയിൻ ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നമ്മൾ സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാവുന്ന പണിയുന്നത് ഇങ്ങനെ കൈമ ചിറ്റ എന്തെങ്കിലും കമ്പലൊക്കെ ആണെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ അങ്ങോട്ട് ബ്രഷ് അടിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഇതും പോയിട്ടുണ്ടാവും. എന്നിട്ട് നല്ല വെള്ളത്തിലാണ്ട് ഇടുക. കണ്ട അങ്ങനെ ഒരു 2-3 വട്ടം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് ചെളി പോയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഒരു ടവലെടുത്ത് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് 2-3-4 തവണ കുടയുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളവും പോയിട്ടുണ്ടാവും. ഒരുവിധം വെള്ളം പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭംഗി മനസ്സിലാവില്ല. ഒരു ചുവപ്പ് തുണിയിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭംഗി മനസ്സിലാവും. പിന്നെ നമ്മൾ കോറല്, പേള്, ഇങ്ങനത്തെ ഏടിക്കല്ലുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതിട്ടിട്ട് തിളപ്പിക്കണ്ട. ചിലപ്പോൾ അത് മങ്ങിപ്പോവും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അങ്ങനത്തെ റിസ്ക് നമ്മൾ എടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൂക്കം നോക്കണം. അപ്പോൾ ഇതിൽ ചെറിയ തോതിൽ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സാധാരണ ഒരു പാത്രം മറ്റേ സ്റ്റൗമ്മ വെച്ചിട്ട് അത് ചൂടായിട്ട് അതിലേക്ക് ഈ ആഭരണങ്ങൾ ഇട്ടിട്ട് നമുക്ക് വെറുതെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇതിങ്ങനെ ഇട്ടിട്ട് മറ്റേ പ്ലക്കർ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് തൂക്കം നോക്ക് വേണ്ട. 56 ഗ്രാം. അപ്പോൾ നമ്മൾ 56-350 നമ്മൾ മുന്നേ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 350 മില്ലി ചെളിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു അപകടം കൂടാണ്ട് നമ്മുടെ ഒരു മില്ലി പോലും നമുക്ക് നഷ്ടം വരാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ വീട്ടമ്മമാർക്ക് തന്നെ അവരവരെ സ്വർണ്ണത്തിൻ്റെ ചെളി അവരവർക്ക് തന്നെ കളഞ്ഞെടുക്കാം കേട്ടോ.